അറിവില്ലായ്മയാണോ അല്ലെങ്കിൽ അറിവില്ലായ്മ നടിക്കുകയാണോ? ഇതാണ് ഇപ്പോഴത്തെ CPIM ബീറ്റ് കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിക്കാനുള്ളത്. അറിവില്ലായ്മയാണ് എന്നാണ് തോന്നുന്നത്. കാരണം പഴയ പോലെ CPIM പരിപാടി, CPIM ഭരണഘടന, CPIMൻ്റെ സമ്മേളനങ്ങളുടെ ചരിത്രം, CPIMൻ്റെ ചരിത്രം ഒക്കെ പഠിച്ച് മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകർ വളരെ വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാം, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ. എന്നാൽ പത്രമാധ്യമങ്ങളിൽ കുറച്ച് കാലം വരെ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലും ഇതേപോലെ CPIM എന്താണ് എന്ന് അറിയാത്തവർ, അതിൻ്റെ ഭരണഘടന അറിയാത്തവർ, പരിപാടി അറിയാത്തവർ മാധ്യമപ്രവർത്തകരായിട്ടുണ്ട്. അവർക്ക് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിനെ പോലെ BJPയെ പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്തരം മണ്ടത്തരങ്ങൾ നിരന്തരം മാധ്യമങ്ങളിൽ വാർത്തയായി നൽകുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം PK ശ്രീമതി ടീച്ചറെ കുറിച്ച് വന്ന ഒരു വാർത്തയാണ്. PK ശ്രീമതി ടീച്ചർക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലക്ക്, സംസ്ഥാന കമ്മിറ്റിയിൽ വിലക്ക് ഏർപ്പെടുത്തിയത് പിണറായി വിജയനാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്നാൽ CPIMനെ കുറിച്ച്, CPIMൻ്റെ പരിപാടിയെക്കുറിച്ച്, CPIMൻ്റെ സംഘടനാ രീതിയെക്കുറിച്ച് അറിയുന്നവർക്ക് കൃത്യമായും മനസ്സിലാകും എന്താണ് സംഭവിച്ചത് എന്ന്. പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടിയാണ്. ആ മറുപടിയുടെ ഒരു ഭാഗം നമുക്ക് കേൾക്കാം. അതിനുശേഷം CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആയത് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ആദ്യം MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ മറുപടി. ശ്രീമതി ടീച്ചർ കേരളത്തിലെ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരുന്നു. എന്നാൽ ശ്രീമതി ടീച്ചർ 75 വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. റിട്ടയർ ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അവരിപ്പോൾ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി എക്സഷൻ കൊടുത്തു. അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിലെടുത്തു. അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. നിലവിൽ CPIM കേന്ദ്ര കമ്മിറ്റിയിൽ എന്ന് വെച്ചാൽ മധുരയിൽ നടന്ന CPIMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത CPIM കേന്ദ്ര കമ്മിറ്റിയിൽ 19 മലയാളികളുണ്ട്. ആരൊക്കെയാണത്? പിണറായി വിജയൻ, MA ബേബി, A വിജയരാഘവൻ, MV ഗോവിന്ദൻ, PK ശ്രീമതി, EP ജയരാജൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, K രാധാകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, P സതീദേവി, CS സുജാത, വിജു കൃഷ്ണൻ, NR സിന്ധു, TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ. സ്ഥിരം ക്ഷണിതാവായി ജോൺ ബട്ടാസുമുണ്ട്. പ്രത്യേക ക്ഷണിതാക്കളുണ്ട് വേറെ. അതേക്കുറിച്ച് പറയുന്നില്ല. കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായതിനു ശേഷം, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവായതിനു ശേഷം കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്ന പ്രത്യേക ക്ഷണിതാക്കളുണ്ട്. അവരെ കൂടാതെയാണ് 19 മലയാളികൾ +1 ജോൺ ബ്രിട്ടാസ്. അങ്ങനെ ആകെ 20 മലയാളികൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഉള്ളത്. ഇതിൽ കേരളത്തിലെ ഘടകത്തിൽ എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവർ എത്ര പേരുണ്ട്? സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായവർ എത്ര പേരുണ്ട്? നോക്കൂ, അത് 14 പേർ മാത്രമാണ്. 14 പേർ മാത്രമാണ്. ആരൊക്കെയാണ്? പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, K രാധാകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, P സതീദേവി, TS സുജാത, TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവർ. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ ആകെ 19 മലയാളികൾ. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിലുള്ളത് 14 പേർ. ശേഷിക്കുന്ന 5 പേർ ആരൊക്കെയാണ്? അത് MA ബേബി സംസ്ഥാന കമ്മിറ്റിയിലില്ല. അതോടൊപ്പം തന്നെ A വിജയരാഘവൻ കേരള സംസ്ഥാന കമ്മിറ്റി അംഗമല്ല. വിജു കൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, മലയാളിയാണ്, പക്ഷേ കേരളത്തിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റിയിലില്ല. PK ശ്രീമതി, വിവാദം ഇപ്പോൾ PK ശ്രീമതി ടീച്ചറെ ചൊല്ലിയാണല്ലോ. PK ശ്രീമതി ടീച്ചർ സംസ്ഥാന കമ്മിറ്റി അംഗമല്ല.
അതോടൊപ്പം മലയാളിയായ AR സിന്ധു സംസ്ഥാന കമ്മിറ്റി അംഗമല്ല. ഈ 5 പേർ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലാത്ത മലയാളികൾ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. അവർ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നത് CPIM-ന്റെ അതല്ലെങ്കിൽ CPIM-ന്റെ വർഗ ബഹുജന സംഘടനകളുടെ കേന്ദ്ര നേതാക്കൾ എന്ന നിലയിലാണ്. അങ്ങനെയാണ് PK ശ്രീമതിയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ PK ശ്രീമതിയുടെ പ്രവർത്തന കേന്ദ്രം കേന്ദ്ര കമ്മിറ്റിയാണ് എന്ന് വെച്ചാൽ ദേശീയ നേതൃത്വത്തിലാണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പിണറായി വിജയന് അങ്ങനെ ഇളവ് നൽകിയതല്ലേ, പിന്നെ പിണറായി വിജയൻ എങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കുന്നത് എന്ന്. പിണറായി വിജയൻ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാണ്. PK ശ്രീമതി ടീച്ചർ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമല്ല. PK ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമാണ്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ PK ശ്രീമതി ടീച്ചർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തുകൂടെ? തീർച്ചയായും പങ്കെടുക്കാം. അതാണ് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്, അതാണ് MA ബേബി പറഞ്ഞത്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അവർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാം. എന്നാൽ എല്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? എല്ലാ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കേണ്ടതുണ്ടോ? പങ്കെടുക്കേണ്ടതില്ല. വേണമെങ്കിൽ പങ്കെടുക്കുകയും ചെയ്യാം, തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ പങ്കെടുക്കുകയും ചെയ്യാം. അതോടൊപ്പം കേന്ദ്ര കമ്മിറ്റി ചുമതലപ്പെടുത്തിയാൽ സംസ്ഥാന കമ്മിറ്റി യോഗമുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ട കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരാണ്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരാണ് എന്ന് തീരുമാനിച്ച് വിവരം കൈമാറിയാൽ സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യാം. ഇതാണ് CPIM-ന്റെ ഒരു സംഘടനാ രീതി. ആ സംഘടനാ രീതി അറിയാതെ വിലക്കി PK ശ്രീമതി ടീച്ചറെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത് വിലക്കി എന്നൊക്കെ പറഞ്ഞു വാർത്ത കൊടുത്ത് സ്വയം ഇങ്ങനെ നാണം കെടുന്നത് ശരിയാണോ എന്ന് മാധ്യമപ്രവർത്തകർ ഒന്ന് സ്വയം ചിന്തിച്ചാൽ നല്ലതാണ്. ആ കാറ്റഗറിയിൽ പിന്നെ ആരാ ഉള്ളത്? AK ബാലൻ ആ കാറ്റഗറിയില്ല. ശരി. AK ബാലൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അവരൊക്കെ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി, സ്ഥിരം ക്ഷണിതാവായി എടുക്കുകയാണ്. അതുപോലെയല്ല ശ്രീമതി ടീച്ചർ സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സെൻട്രൽ പ്രവർത്തിക്കാനാണ്. അപ്പോൾ സെൻട്രൽ പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുക.